ശിശു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ വെറുതെ പറമ്പിലിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. നിങ്ങളുടെയൊക്കെ ഭാഗങ്ങളിൽ ഇക്കൊല്ലം കൂണ് ഉണ്ടായോ? കൂണ് കിട്ടിയോ? ഞങ്ങളുടെ ഇവിടെ ഫോറസ്റ്റിൽ നിന്നൊക്കെ ആൾക്കാർക്ക് കൂണ് കിട്ടുമ്പോൾ ചാക്ക് കണക്കിന് കൊണ്ടുവരും. അപ്പോൾ ആൾക്കാർക്കത് കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരാകുമ്പോൾ അവർ കിലോയ്ക്ക് 300 രൂപ വെച്ചൊക്കെ ആയിരിക്കും കൊടുക്കുക. ഞങ്ങളുടെ പറമ്പിൽ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ്. ഇക്കൊല്ലം ഇതുവരെ ഉണ്ടായി കിട്ടിയില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒന്ന് തലേ ദിവസം കണ്ടതാണേലും പിറ്റേ ദിവസം ഒന്ന് വിരിഞ്ഞിട്ട് പറിക്കാമെന്ന് കരുതി പിറ്റത്തെ ദിവസം അത് പറിച്ചെടുത്തു. പിന്നെ അത് നന്നാക്കിയെടുത്തു. നന്നാക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് നന്നാക്കുന്നത്? ഞങ്ങളിങ്ങനെയാണ് നന്നാക്കുന്നത്. നന്നാക്കി അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ചേറെ വെള്ളത്തിൽ കുറച്ച് സമയം വെച്ചിട്ട് അത് 3-4 പ്രാവശ്യം കഴുകി വാരിയെടുത്ത് അതിനകത്തെ വെള്ളമെല്ലാം ഞെക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരപ്പിനുള്ള ചേരുവകൾ നാളികേരം ചെറുതാക്കി ചിരണ്ടിയെടുത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് പെരുംജീരകം ഇത്രയും എടുത്ത് അരച്ച് വെക്കുക. വറക്കുമ്പം നാളികേരം അധികം മൂത്ത് ഇതായി പോവരുത്. പിന്നെ അതിനകത്ത് കുറച്ച് നാളികേരം ചെറുതാക്കി അരിഞ്ഞ് കുറച്ചേറെ ചുമന്നുള്ളി അരിഞ്ഞ് ഇച്ചിരി കരിവേപ്പില ഇട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് തേങ്ങാക്കൊത്തിട്ട് വഴറ്റണം. അതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ആണ് ചുമന്നുള്ളി ഇടേണ്ടത്. ചുമന്നുള്ളി ഇട്ട് വഴന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ കഴുകി വാരി വെച്ചേക്കുന്ന കൂണ് അതിനകത്തോട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കൂണ് അടച്ച് വെക്കരുത്, തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചാൽ അതിനകത്തെ ആവിവെള്ളം എല്ലാം കൂടെ ഒന്നും കൂടെ അതിനകത്ത് അങ്ങ് കൂടുതൽ വെള്ളം ഇറങ്ങും. സാധാരണ നമ്മൾ കറിക്കൊക്കെ വഴറ്റുമ്പം ഇച്ചിരി നേരം അടച്ചു വെക്കും. ഇത് തുറന്ന് വെച്ചതാക്കാന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് കരുതിയാണ് അടച്ചു വെക്കാത്തത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ചാറ് പാകമാകുമ്പോൾ ഇറക്കി വെക്കുക. ഞങ്ങളുടെ ഇവിടങ്ങളിൽ വീടുകളിൽ നിന്ന് കിട്ടുന്നവരൊക്കെ പറമ്പിൽ നിന്ന് കിട്ടുന്നവരൊക്കെ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അയൽവക്കങ്ങളിലും ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കും. കാരണം വെച്ചാൽ ഇത് നമുക്ക് കടയിൽ പോയി അങ്ങനെ കിട്ടുന്ന സാധനമല്ലല്ലോ. പിന്നെ പട്ടണങ്ങളിലൊക്കെ ഇപ്പം പാക്കറ്റിൽ അല്ലാതെ വളർത്തുന്ന കൂണുകളായിരിക്കും മേടിച്ച് എല്ലാവരും കറി വെക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ.